ഹലോ ഗായ്സ്, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കൂടുതലൊന്നും ഞാൻ പറയണില്ല. ട്രയാങ്കിൾസാണ് എടുക്കുന്നത് അല്ലേ. ഒരു പുതിയ ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT-യിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണെന്ന വളരെ സിമ്പിളാണ്. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങളുടെ NCERT ബുക്കിലത്തെ 7th ക്വസ്റ്റ്യനാണ്. എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, using basic proportionality theorem prove that a line drawn through the midpoint of one side of a triangle parallel to another side bisect the third sides എന്ന് പറഞ്ഞാൽ ABC ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ BC സൈഡിൻ്റെ പാരലലാണ് DE. അപ്പോൾ നമുക്ക് ഗിവൻ ആണ് DE പാരലൽ BC. ഓക്കെ, DE പാരലൽ BC ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയാം, ഇത് ഗിവൻ ഉള്ള കാര്യം പിന്നീട് പറയാം. ഇതിൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ പാരലൽ സൈഡിൻ്റെ ഒരു സൈഡ്, ഈ സൈഡ് ഈ ലൈനിൻ്റെ ഈ മീൻസ് പോയിന്റ് D AB-ൻ്റെ മിഡ് പോയിന്റിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇതിപ്പോൾ 4 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2, മിഡ് പോയിന്റിലാണ് പോയിന്റ് വരണമെങ്കിൽ E എന്ന് പറയുന്ന പോയിന്റ് AC-യുടെ മിഡ് പോയിന്റിലായിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് നമുക്കറിയാം, DE പാരലൽ BC എന്നും അറിയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ? E ഈസ് ആൾസോ ദ മിഡ് പോയിന്റ് ഓഫ് AC. സോ ഇൻ അനദർ വേർഡ്സ് എന്താ, വാട്ട് വി ക്യാൻ സേ, D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? AD ഈസ് ഈക്വൽ ടു DB അല്ലെ. D മിഡ് പോയിന്റ് ആയി കഴിഞ്ഞാൽ AD DBയും ഈക്വൽ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. സൊല്യൂഷൻ നമുക്കറിയാം DE പാരലൽ BC നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്, DE പാരലൽ BC. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രപ്പോസ് ബൈ BPT തിയറം നമുക്ക് എന്താ അറിയാം? AD ഡിവൈഡഡ് ബൈ DB ഈസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ AC. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ? റീസൺ ബൈ BPT തിയറം ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുക. ഇനി എനിക്കറിയാം എന്ത്? ADയും DBയും ഈക്വലാണ്. AD DB ഈക്വൽ അല്ലേ. അപ്പോൾ AD DB ഈക്വൽ ആയതുകൊണ്ട് DBൻ്റെ സ്ഥലത്ത് AD തന്നെ എഴുതാം, അല്ലെങ്കിൽ ADൻ്റെ സ്ഥലത്ത് DB തന്നെ എഴുതാം. എന്താ അങ്ങനെ എഴുതാൻ കാരണം വെച്ചാൽ, ഇതും ഇതും ക്യാൻസലായി, എന്താ ബാക്കി? 1. ഇതും ഇതും ക്യാൻസലായി, എന്താ ബാക്കി? 1 ആയതുകൊണ്ട് എന്താ? AC എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. സോ എന്തായി? AC ഞാൻ ഇവിടെ എഴുതി തരാം. AE ഈസ് ഈക്വൽ ടു AC അല്ല, AE ഈസ് ഈക്വൽ ടു EC ആണ്. ഓക്കെ, AE ഈസ് ഈക്വൽ ടു EC ആണ്. സോ EC ഇങ്ങോട്ട് പോയി, എന്തായി? EC ഈസ് ഈക്വൽ ടു AE. നമ്മുടെ ആൻസറായി. EC ഈസ് ഈക്വൽ ടു AE. ഇത് തന്നെയാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ? ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ക്ലിയർ? അതുപോലെ തന്നെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കുക. ഞാൻ സ്പീഡിലാണ് എടുക്കുന്നത് കേട്ടോ. ടൈം നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനാണ്, നിങ്ങൾക്ക് ഒരു ബോറായി തോന്നില്ല, ബർഡനായി തോന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു ട്രപ്പേസിയം തന്നിട്ടുണ്ട്. ട്രപ്പേസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ട്രപ്പേസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡ്സ് പാരലൽ. ഇപ്പോൾ ഈ കേസിൽ ആ പാരലൽ സൈഡ്സ് ഏതൊക്കെ ആയിരിക്കും? AB പാരലൽ CD അല്ലേ. നോൺ പാരലൽ സൈഡ്സ് ആണ് ADയും BCയും. 2 നോൺ പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും, 2 പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. AB പാരലൽ CD ആണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ട്രപ്പേസിയം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കും. നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് O. ഇതിൻ്റെ ഡയഗണൽസ് പോയിന്റ് Oയിൽ മീറ്റ് ചെയ്യുന്നു. ഇവിടെ പോയിന്റ് O ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ടു പ്രൂവ് AO ബൈ BO ഈസ് ഈക്വൽ ടു CO ബൈ DO. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് നോക്കും? AO എവിടെ കിടക്കുന്ന, BO എവിടെ കിടക്കുന്ന. AO ബൈ BO ഇതെങ്ങനെ വരിക? സാധാരണ ഒരു ലൈനിൻ്റെ പ്രപ്പോർഷനായിട്ടല്ല നമുക്ക് അടിയിലും കിട്ടുക. ഡിനോമിനേറ്റർ എന്താ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയ പോലെ AB ബൈ DB ഓരോ സ്ട്രേറ്റ് ലൈനിലല്ലേ നമുക്ക് നോർമലി വരല്. പക്ഷേ ഈ കേസിൽ AO ബൈ BO ഇത് ഇങ്ങനെ ആയി എങ്ങനെ ശരിയാവുക? സോ എപ്പോഴും ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരണമെന്നില്ല കേട്ടോ.
നോക്കുക, ഇത് നമുക്ക് ഇത് ബിയോനെ അങ്ങോട്ടും സിയോനെ ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ സാധനത്തിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. AO/CO ഇസ് ഈക്വൽ ടു BO/DO അല്ലേ. BO അങ്ങോട്ട് പോയി CO ഇങ്ങോട്ട് വന്നു. ആക്ച്വലി നമുക്ക് എങ്ങനെ കിട്ടുക, നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക എങ്ങനെയാണ്, AO/OC കിട്ടും, അതുപോലെ BO/DO കിട്ടും. എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ നമുക്ക് വേണ്ട രീതിയിലായി അല്ലേ. അവർ ഒന്ന് ചുറ്റി വളച്ചതാണ്, ഒന്ന് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. സോ ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യണം. ആ കൺസ്ട്രക്ഷൻ എവിടെ വരിക, ഈ ഭാഗത്താണ് വരിക. എവിടെ, ഈ ഭാഗത്താണ് വരിക. ഓക്കെ, ഇതാണ് പോയിന്റ് ഇ. ഇതിനെ നമുക്ക് പോയിന്റ് ഇ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാം. നോക്കുക, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ എന്താ ചെയ്യണമെന്ന് അറിയോ, EO പാരലൽ AB വരയ്ക്കുന്നു. ഇത് നമ്മൾ എന്താ ചെയ്താൽ EO പാരലൽ ടു AB വരയ്ക്കണേ. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം ട്രപ്പേസിയാണ്, അപ്പോൾ AB പാരലൽ CD ആവും. അതിൻ്റെ അർത്ഥം ഈ EO എന്ന് പറയുന്ന ലൈൻ ABൻ്റെയും പാരലൽ ആയിരിക്കും, CDയുടെയും പാരലൽ ആയിരിക്കും. മൂന്നും തമ്മിൽ പാരലലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻ ട്രയാങ്കിൾ ആദ്യം ഏത് ട്രയാങ്കിൾ എടുക്കും, ഈ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ അല്ല ഇതല്ല സോറി, ഇൻ ട്രയാങ്കിൾ ADC വലിയ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എടുക്കുക, ADC ആദ്യം എടുത്തു. അതും എടുക്കായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ഇൻ ട്രയാങ്കിൾ ADC എടുത്തു. ADC എടുക്കുമ്പോൾ എന്താ, ഇതൊരു ട്രയാങ്കിളാണ്. ഈ ലൈൻ പാരലൽ ഏത് ലൈനിൻ്റെ വരുന്നത്, DCൻ്റെ പാരലലാണല്ലോ, കാരണം ABയും DCയും മൂന്നും പാരലലാണ്. ഇതും പാരലലാണ്. അപ്പോൾ നമ്മുടെ BPT തിയറം പ്രകാരം എങ്ങനെ വരിക, ഇൻ ട്രയാങ്കിൾ ADC എന്താ ഇത്, DC പാരലൽ EO. അങ്ങനെയാണെങ്കിൽ BPT തിയറം പ്രകാരം എന്താ വരിക, AE/ED വരും, ഇസ് ഈക്വൽ ടു AO/OC വരും. നമുക്ക് ഇതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്ന് ഇത് കിട്ടും. സോ ഈ AO/OC കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രയാങ്കിൾ നോക്കണം. അപ്പോൾ അത് ഇതാണ്. അങ്ങനെയാണ് ഈ ട്രയാങ്കിളിലേക്ക് നമുക്ക് എത്തിയത്. അങ്ങനെയാണ് നമുക്ക് ഐഡിയ കിട്ടുക. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻ റിവേഴ്സിലേക്ക് പോവാൻ നോക്കുക, എന്നാൽ നിങ്ങൾക്ക് ഐഡിയ സ്വയം കിട്ടും. ഇങ്ങനെ ചെയ്തു. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി വെച്ചു. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇനി അടുത്തത് ഏത് ഭാഗം വരണം, BO/DO വരണം. ഈ ഭാഗം വരണമെങ്കിൽ ഏത് ട്രയാങ്കിൾ എടുക്കണം, ഈ ട്രയാങ്കിൾ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുക, ഇൻ ട്രയാങ്കിൾ ABD, ഞാൻ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം ഇതിലും ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് EO. ഇതിൽ EO പാരലൽ AB ആണ്, EO പാരലൽ AB ആണ്. സോ ഈ ട്രയാങ്കിളിനെ നമ്മൾ നേരെ തിരിച്ചു നോക്കുക കേട്ടോ, തിരിച്ച് ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളാണ്, അതിൽ പാരലലായിട്ട് ഭാഗം വരുന്നത് ഇതാണ്. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ വരും, ഇങ്ങനെ നോക്കുക, AE/ED. ഞാൻ മോൾ ഭാഗം ഇങ്ങനെ എടുത്ത കാരണം എന്താ, ഇവിടെ ഒരു AE/ED വരുന്നുണ്ട്. സോ ഇങ്ങനെ എടുക്കായിരുന്നു, DE/AE. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇപ്പുറത്ത് കൊടുക്കാമെന്ന് മാത്രം. ഞാൻ ഇങ്ങനെ എടുത്ത്, അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കുക, BO/DO. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കുക, AO/OCയും AE/EDയുടെ ഈക്വലാണ്, BO/ODയും AE/EDയുടെ ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ ഫ്രോം ഇക്വേഷൻ 1 and 2 എന്തറിയാം, AO/OC ഇസ് ഈക്വൽ ടു BO/OD. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുക. ഇനി ഇതിനെന്ത് ചെയ്യും, ഇംപ്ലൈസ് ദാറ്റ് AO/BO ആണ് ഇസ് ഈക്വൽ ടു CO/DO ആണ്. സോ സിമ്പിൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. തീർന്നല്ലോ. ഇനി നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോകുന്നു. അടുത്ത എക്സസൈസ് പറയണതിൻ്റെ മുന്നേ ക്രൈറ്റീരിയ പറയണം അല്ലേ, ക്രൈറ്റീരിയാസ് പറയണം. ക്രൈറ്റീരിയ ഓഫ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പോകണം. എന്താണ്, നിങ്ങൾ കോൺഗ്രൻസിയുടെ ക്രൈറ്റീരിയ പഠിച്ചിട്ടില്ലേ, എന്താ, SSS, SAS, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ASA ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ഉണ്ട്. സിമിലാരിറ്റിയിൽ നമ്മൾ 2 ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുക. സിമിലാരിറ്റിക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താ? 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ ചെയ്യാണ്. ABC, വേറൊരു ട്രയാങ്കിൾ ഇവിടെ. ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമിലാരിറ്റിക്ക് സൈസ് ഡിപ്പെൻഡൻ്റ് അല്ല, സൈസ് സെയിം ആവണമെന്നില്ല, അത് കോൺഗ്രൻസിക്ക് സെയിം ആവണമെന്നുണ്ട്. ഒരു കോൺഗ്രൻറ്റ് ട്രയാങ്കിൾ എന്തായാലും സിമിലർ ആയിരിക്കും, പക്ഷെ ഒരു സിമിലർ ട്രയാങ്കിൾ കോൺഗ്രൻറ്റ് ആവണമെന്നില്ല. സോ കോൺഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഷേപ്പ് ആൻഡ് സൈസ് ബോത്ത് ഷുഡ് ബി സെയിം. പക്ഷേ സിമിലാരിറ്റിക്ക് അങ്ങനെയല്ല, ഷേപ്പ് മസ്റ്റ് ബി സെയിം, പക്ഷേ സൈസ് സെയിം ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിൻ്റെ ക്രൈറ്റീരിയ 2 പോയിന്റ്സ് ഉണ്ടായിരുന്നു. എന്താ? 2 കൊറസ്പോണ്ടിങ് ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ഈ ആംഗിളിൻ്റെ ഈക്വൽ ആണ്, ഈ ആംഗിൾ ദിസ് ആംഗിളിൻ്റെ ഈക്വൽ ആണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ എന്താ? ഓട്ടോമാറ്റിക്കലി ഈക്വലായി വരും. ഈ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിട്ട് വരും അല്ലേ? കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി ഇല്ല ട്രയാങ്കിളിൻ്റെ. ഇപ്പോൾ ഇത് 60ഉം ഇത് 40ഉം ആണെങ്കിൽ എത്ര? ഇത് 100 ആയി, ബാക്കിയുള്ളത് എന്തായാലും 80 ആവും അല്ലേ? 180 അല്ലേ ടോട്ടൽ സം. അപ്പോൾ ഇതും ഈക്വൽ ആണെങ്കിൽ ഇതും 60 ആവും, ഇതും ഈക്വൽ ആണെങ്കിൽ ഇതും 40 ആവും. അപ്പോൾ എന്താ? 60 + 40, അപ്പോൾ ഇത് എന്തായാലും 100 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ആംഗിൾസ് നമ്മൾ സിമിലർ ആക്കി കാണിച്ചാൽ മതി. ആ ഒരു ക്രൈറ്റീരിയക്ക് നമ്മൾ എന്താ പറയുക? ആ ഒരു പോയിന്റിനെ നമ്മൾ എന്താ പറയുക? അല്ലെങ്കിൽ ക്രൈറ്റീരിയ AA സിമിലാരിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുക. AA സിമിലാരിറ്റി ക്രൈറ്റീരിയ. പിന്നെന്താ അടുത്ത പോയിന്റ്? എന്താ? their corresponding sides are in the same ratio. ഇതിൻ്റെ സൈഡ്സിൻ്റെ corresponding സൈഡ്സിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കണം. ഈ സൈഡിൻ്റെ കൊറസ്പോണ്ട് ഏത് സൈഡാണ് വരുന്നത്? ഇതല്ലേ വരുന്നത്? അതെങ്ങനെ മനസ്സിലാവുക? അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. ഈക്വൽ ആംഗിളിൻ്റെ അപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അപ്പോൾ ഇതിൻ്റെ അപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അങ്ങനെയാണ് ഇത് മനസ്സിലാവുക കേട്ടോ. ഈക്വൽ ആംഗിൾ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ അപ്പോസിറ്റ് വരുന്ന സൈഡ്സ് നോക്കുക. 2 സൈഡ്സിൻ്റെ റേഷ്യോ, അതിൻ്റെ കൊറസ്പോണ്ടിങ് വരുന്ന സൈഡിൻ്റെ റേഷ്യോൻ്റെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ AB ഇതിൻ്റെ ഈക്വൽ ഇതല്ലേ? കൊറസ്പോണ്ടിങ് സൈഡ് ഏതാ? DE, അത് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ എല്ലാ സൈഡ്സിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഈ സെയിം കൊറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ പറഞ്ഞാൽ ഡിവിഷൻ ഈക്വൽ ആയിരിക്കും ഈ സൈഡിൻ്റെയും റേഷ്യോ ഉണ്ട്. ദാറ്റ് മീൻസ് AC/DF. ഇനി ഇത് ഈക്വൽ ആയിരിക്കും BC/EF. മനസ്സിലായോ? ഇതിനെ തിരിച്ചു കൊടുക്കാം കേട്ടോ. DE/AB എഴുതാം, DE/AC എഴുതാം, EF/BC എഴുതാം. പക്ഷെ ആദ്യം ഈ ട്രയാങ്കിളിലാണ് ന്യൂമറേറ്ററിൽ എഴുതണമെങ്കിൽ ഇതിൻ്റെ തന്നെ എഴുതാവൂ, ഇതിൻ്റെയാണ് ന്യൂമറേറ്ററിൽ എഴുതെങ്കിൽ ഇത് തന്നെ എഴുതാവൂ. ഓക്കെ, ഇല്ലെങ്കിൽ താഴെ മുകളിലേക്കും ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഡിനോമിനേറ്റർ ഇതിൻ്റെ മുകളിൽ ABനെ താഴേക്കും DE/AB. അപ്പോൾ ഇതിനെ ആണ് ഇങ്ങനെ എഴുതണമെങ്കിൽ ബാക്കിനെയും അപ്പോൾ നമ്മൾ ഇവിടെ 2 DE എഴുതിയില്ല ഞാൻ, AC/AF ആണ്. അപ്പോൾ ഇതും ആദ്യം എടുക്കണം DF/AC. അപ്പോൾ ഇവിടെയും ആദ്യം ഇത് എടുക്കണം EF/BC. സോ ഒരു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, ഇതിൻ്റെ തിയറംസൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ, ഒരു സമ്മറി ആയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ തിയറം 6.3 6.4 കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇഫ് ഇൻ 2 ട്രയാങ്കിൾ, 2 ഡിഫറെൻറ്റ് ട്രയാങ്കിളിൽ സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ആർ പ്രപ്പോർഷൻ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. മനസ്സിലായത്? സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ആർ, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇതിൻ്റെ സൈഡ്സിൻ്റെ പ്രപ്പോർഷനിൻ്റെ ഈക്വൽ ആണെങ്കിൽ ദെൻ ദിയർ കോറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ. അപ്പോൾ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആവും. ചിലപ്പോൾ നമുക്ക് ആംഗിൾസ് ഈക്വൽ തന്നിട്ടുണ്ടാവും, സൈഡിൻ്റെ റേഷ്യോ പ്രപ്പോർഷനാണ്, മീൻസ് സൈഡ്സിൻ്റെ പ്രപ്പോർഷൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഈ തിയറം പ്രകാരം കിട്ടും. ചിലപ്പോൾ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബൈ തിയറം നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇഫ് 1 ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ ഓഫ് അതർ ട്രയാങ്കിൾ ആൻഡ് the sides included these angles are proportion, then the 2 triangles are similar. പറഞ്ഞ മനസ്സിലായോ?
like if one angle of a triangle is equal to the one angle of other triangle. ഇപ്പോൾ ഈ ട്രയാങ്കിളിൽ എനിക്ക് തന്നിട്ടുണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത്ര മാത്രമേ തന്നു, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഈ രണ്ട് ട്രയാങ്കിൾ തന്നു, ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം പ്രൊപ്പോർഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആംഗിളിനെ ഉണ്ടാക്കുന്ന സൈഡ്സ് ഏതാ? എ ബി ആണല്ലേ. ഈ ആംഗിളിനെ ഉണ്ടാക്കുന്ന സൈഡ്സ് എ ബിയും ബി സി ആണ്. ഈ ആംഗിളിനെ ഉണ്ടാക്കുന്ന സൈഡ്സ് ഡി ഇയും ഇ എഫും ആണ്. ഇതിൻ്റെ റേഷ്യോസ് മീൻസ് കറസ്പോണ്ടിങ് റേഷ്യോസ് എ ബി ബൈ ഡി ഇ ഈക്വൽ ആണ് എന്തിൻ്റെ? ഇപ്പോൾ ബി സി ബൈ ഇ എഫിൻ്റെ. ആ പ്രപ്പോർഷൻസ് സെയിം ആണെങ്കിൽ if one angle of a triangle is equal to the one angle of other triangle and the sides including these triangles are proportion means ഈ സൈഡിൻ്റെ റേഷ്യോൻ്റെ ഈക്വൽ ആണ്, ഈ സൈഡിൻ്റെ റേഷ്യോൻ്റെ ഈക്വൽ ആണ്. തെറ്റി പറഞ്ഞു. ഇതാണല്ലോ കൊറസ്പോണ്ടിങ് സൈഡ്സ്. ഇതിൻ്റെ റേഷ്യോ ഈക്വൽ ടു ഇതിൻ്റെ റേഷ്യോ ആണ്. ഇത് രണ്ടും ഈ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ്സ് ആയതുകൊണ്ട് അതും ഈക്വൽ ആണ്. മീൻസ് സൈഡ്സും ഈക്വൽ ആണ്, ഈ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? കോൺഗ്രൻ്റ് ആയിരിക്കും. കോൺഗ്രൻ്റ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും ബൈ ഏത് റൂള്? SAS സൈഡ് ആംഗിൾ സൈഡ് റൂൾ പ്രകാരം ആയിരിക്കും. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞതിൽ ക്ലിയറിറ്റി കുറവ് നിൽക്കന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രകാരം പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇത് പറയും രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യൂ. നമ്മൾ ഏതെങ്കിലും പ്രകാരം ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. പിന്നെ നമുക്ക് പറയാൻ പറ്റി, ഇപ്പോൾ ഇതിന് പേര് കൊടുക്കാം PQR, ഇത് LMN ആയിക്കോട്ടെ. ഈ ആംഗിൾ ഇവിടേക്ക് പറയാൻ പറ്റി ആംഗിൾ R ആംഗിൾ എമ്മിൻ്റെ ഈക്വൽ ആണ്. ഇതൊരു കേസിക്ക് പറയാൻ പറ്റി. വേറെ ഒരെണ്ണയ്ക്ക് പറയാൻ പറ്റി ഈ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈഡ്സ് നോക്കുക. ഇതിൻ്റെ RP ആയിപ്പോയി, കുഴപ്പമില്ല. RP ഡിവൈഡഡ് ബൈ ML ഇസ് ഈക്വൽ ടു ഇതും ഡിവൈഡ് ചെയ്തപ്പോൾ ഈക്വൽ ആണ് ഇതിൻ്റെയും ദാറ്റ് ഈസ് QR ബൈ NMൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ 2 പോയിൻ്റായി ആംഗിളിൻ്റെയും സൈഡിൻ്റെയും. അങ്ങനെയാണെങ്കിൽ SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഇതും ഒരു തിയറമാണ് പഠിക്കുക. 6.5 ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ഒരു എക്സാമ്പിളൊക്കെ നോക്കാം. 1-2 എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് എക്സസൈസിലേക്ക് വരാം. എക്സാമ്പിൾ നമ്പർ 4 ആണ്. എന്താ നമുക്ക് ഒരു ഫിഗർ തന്നു. തെറ്റി. RS POS ഇതാണ് കേട്ടോ. ഈ ലൈൻ ശ്രദ്ധിക്കേണ്ട, ഡബിൾ ആയിപ്പോയി. Q നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് POQ മീൻസ് POQ ഈ ട്രയാങ്കിളും സിമിലറാണ്. സിമിലറിൻ്റെ സൈൻ ആട്ടോ അത്. സിമിലറാണ് SORൻ്റെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആകെ ഒരു കാര്യം എന്താ വെച്ചാൽ PQ പാരലൽ RS. PQയും RSും പാരലൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. PQയും RSും പാരലൽ ആണെന്ന് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് പ്രകാരം പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സിമിലാരിറ്റി ആണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളെടുത്തു ഇൻ ട്രയാങ്കിൾ POQ ആൻഡ് ട്രയാങ്കിൾ SOR. ഈ ട്രയാങ്കിൾ എടുത്തു, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ആംഗിൾ O ആംഗിൾ കൊണ്ട് ഈക്വൽ ആണ്. എന്താ റീസൺ? ഇതിൻ്റെ ആംഗിൾ ദാറ്റ് മീൻസ് POQ തന്നെ എഴുതാം, ഇതിൻ്റെ ആംഗിൾ ദാറ്റ് ഈസ് ആംഗിൾ SOR തന്നെ എഴുതാം. ഈക്വൽ ആണ്. എന്താ? വെർട്ടിക്കൽ അപ്പോസിറ്റ് ആംഗിൾസ്. വേറെ ഈ ആംഗിളിൻ്റെ ഈക്വൽ ആണ്. എന്താ റീസൺ? ഇതും പാരലൽ ആണല്ലോ. PQ പാരലൽ RS. നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. PQ പാരലൽ RS ആണ്. ഇതെന്താ? നമ്മുടെ ട്രാൻസ്വേഴ്സൽ ലൈനാണ്. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. റീസൺ എന്താണ്? ആംഗിൾ PQR
ഈക്വൽ ടു ആംഗിൾ, ഇതിന് ഇത് സിമ്പിൾ ഫിഗർ ആയതുകൊണ്ട് ഇതിന് ആംഗിൾ ക്യൂ എന്നും എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ആംഗിൾ പി ക്യു ആർ ഈക്വൽ ആണ് ആംഗിൾ എസ് ആർ ഒൻ്റെ അല്ലേ, പി ക്യു എസ് ആർ ഒ അല്ല, എസ് ആർ ക്യൂ എന്നും പറയാം, ഒ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, ഞാൻ പി ക്യു ആർ എന്ന് എഴുതി. പി ക്യു നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ആർ വരെ പോകണ്ട, ഒ വരെ എടുത്താൽ രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം. നമ്മൾ മെയിൻലി നമ്മൾ ആംഗിൾ ഏതാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതുപോലെ എസ് ആർ ക്യൂ വേണ്ട, ഒ വരെ എത്തിയാൽ മതി, കാരണം നമ്മൾ ഈ ട്രയാങ്കിളിനെ കുറിച്ചല്ല പറയണേ. സോ അതിൻ്റെ സൈഡ് ഇത് വന്നാൽ മതി. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ഇത് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. എന്താ റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇനി നോക്കുക, ഈ ആംഗിൾ ഈക്വൽ ആണ്, ഈ ആംഗിൾ ഈക്വൽ ആണ്. ആക്ച്വലി അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വലായി വരും. ഇനി അല്ലെങ്കിലും നോക്കുക, ഇത് രണ്ടും പാരലലാണ്, ഇതും ഇതിൻ്റെ ഒരു ട്രാൻസ്ഫെർസലാണ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കും. റീസൺ എന്താ? സെയിം. ഞാൻ ആംഗിൾ പി മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് ഫുൾ എഴുതാട്ടോ. ക്യൂ പി ഒ എന്നുള്ളത് ഇസ് ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ആയിരിക്കും. എന്താ റീസൺ? സെയിം, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ട്രയാങ്കിൾ പി ഒ ക്യൂ സിമിലർ ട്രയാങ്കിൾ എസ് ഒ ആർ അല്ലേ. ട്രിപ്പിൾ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ മൂന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ട്രിപ്പിൾ എന്ന് എഴുതാം. ഇനി രണ്ടെണ്ണം കാണിക്കണമെങ്കിൽ നമുക്ക് ഡബിൾ എന്ന് എഴുതാം. സിമിലാരിറ്റി ക്രൈറ്റീരിയ ഓക്കെ, സിമ്പിളി പ്രൂവായി. നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. എക്സാമ്പിൾ നമ്പർ 5 ആണ്. നല്ല എക്സാമ്പിളാണ്. നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഈ സൈഡ് എത്ര പറഞ്ഞിരിക്കുന്നത്? 3.8 എ ബി സി. ഇത് 3√3. ഇത് എത്ര? 6. വേറെ കുറച്ച് വലിയ ഫിഗർ തന്നിട്ടുണ്ട്. ആർ ക്യൂ പി 12 6√3 7.6. ഇത് നമുക്ക് 80 തന്നിട്ടുണ്ട്, ഇത് നമുക്ക് 60 തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ആംഗിൾ പി. ഇത് സിമിലർ പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സിമ്പിളി പറയാം, അതിൻ്റെ കൊറസ്പോണ്ടിങ് വരുന്ന ആംഗിൾ ഏതാന്ന് കണ്ടുപിടിച്ചിട്ട്. ഇപ്പോൾ ഇത് 80 ആണ്, ഇത് 60 ആണ്, ദാറ്റ് മീൻസ് എത്ര? 140. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഓട്ടോമാറ്റിക്കലി 40 ആയിരിക്കും, ആംഗിൾസ് പ്രോപ്പർട്ടി കാരണം. അപ്പോൾ ഇതിലത്തെ മൂന്നിലത്തെ ഏതാ കൊറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, ഏത് ഭാഗത്തിൻ്റെ സിമിലർ ആയിട്ടാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ വരച്ച ഫിഗർ നോക്കാതെ ടെക്സ്റ്റിൽ വരച്ച ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഫിഗർ നേരെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാലാണ് ഈ ഫിഗറിൻ്റെ ഈക്വൽ വരിക. സോ മിക്കവാറും ഈ ബിയും ക്യൂവും ആയിരിക്കും ഈക്വൽ, എയും ആറും ഈക്വൽ ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ. ബിയും ക്യൂ അല്ലാതെ ബിൻ്റെ ഭാഗത്താണ് ക്യൂ വരണമെങ്കിൽ അത് ഈക്വൽ ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഈ ട്രയാങ്കിളിനെ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക, എടുത്തിട്ട് ഇതിനെ മറിച്ചിടുകയാണ്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി മറിച്ചിടുക, അങ്ങനെ മറിച്ചിടുകയാണെങ്കിൽ ഏകദേശം ഈ ഷേപ്പ് തന്നെ വരിക. മാറ്റം എന്താ വരിക? ക്യൂ ഇപ്പുറത്താവും, പി ഇപ്പുറത്താവും. അപ്പോൾ ആ ഫിഗറിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാവും സെയിം ആവുക. സോ ബിയും പിയും ഈക്വൽ ആവും എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്താ ബിയും ക്യൂവും ആവും ഈക്വൽ, സിയും പിയും ആയിരിക്കും ഈക്വൽ. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഈ ഫിഗറിന് നമുക്ക് മനസ്സിലാവും ബൈ സിമിലാരിറ്റി തിയറം നിങ്ങൾക്ക് എന്താ ഇത് കണ്ടുപിടിക്കാം. ഇത് 40 ആണ്, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ ആംഗിൾ പി കണ്ടുപിടിക്കണം. നമുക്കത് സിമിലർ പ്രൂവ് ചെയ്യണം. ആദ്യം സിമിലർ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡ്സ് എല്ലാം തന്നിട്ടുണ്ട്, അതിൻ്റെ എന്താ റേഷ്യോസ് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. റേഷ്യോസ് ഈക്വൽ ആണോ എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. എല്ലാ റേഷ്യോസും ഈക്വൽ ആണെങ്കിൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ 2-3 ക്രൈറ്റീരിയ ഡബിൾ സിമിലാരിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു, SAS ക്രൈറ്റീരിയ പറഞ്ഞു അല്ലേ. രണ്ട് സൈഡ്സും ഇടയിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് ക്രൈറ്റീരിയ പറഞ്ഞു. അതുപോലെ ട്രിപ്പിൾ ക്രൈറ്റീരിയ. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യും, നമുക്ക് 3 ആംഗിൾസും എന്താ ഈക്വൽ ആക്കി പ്രൂവ് ചെയ്യാൻ പറ്റിയപ്പോൾ അതും ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ ട്രിപ്പിൾ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ട്രിപ്പിൾ ക്രൈറ്റീരിയ പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തില്ല, മറ്റേത് 3ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇപ്പോൾ ഈ സൈഡിൻ്റെ ഇതേ ഡിവൈഡഡ് ബൈ ഇത് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത് നമുക്ക് 3ഉം പ്രൂവ് ചെയ്യാൻ പറ്റും. 3 സൈഡ്സും പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റേഷ്യോസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ ട്രിപ്ലസ് ക്രൈറ്റീരിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും തന്നുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ സൈഡ്സിൻ്റെ റേഷ്യോസാണ് ഈക്വൽ ആക്കാൻ പറ്റുക എന്നുള്ളത്.
നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഇത് 6 ആണ്, ഇത് 12 ആണ്, ഇത് ഇതിൻ്റെ ഡബിളാണ് അല്ലേ. ഈ 3.3ൽ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ലേ കിട്ടുക, ഇതിൻ്റെ ഡബിളാണിത്. അതുപോലെ 3.8ൻ്റെ ഡബിളാണ് 7.6. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനെ ആ രീതിയിൽ എഴുതുക. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ബൈ പി ആർ ക്യൂ നോക്കുക. എ ബി ബൈ ആർ ക്യൂ എന്താ, 3.8 ബൈ 7.6. എത്ര കിട്ടിയത്, 1/2 അല്ല. ഞാൻ മുന്നിൽ തന്നെ എഴുതാണ്, ഒരേ ലൈനിൽ വന്നോട്ടെ വെച്ചിട്ട്. അതുപോലെ ഞാൻ ബി സി ബൈ പി ക്യൂ എടുത്തു, എന്താ വരിക, 6/12. അതും എന്താണ്, 1/2. റേഷ്യോ സെയിം ആയി ഇത് കണ്ടു, 1/2. ഇതും 1/2 ആയി. ഇനി ഇത് നോക്കി നോക്കുക, എ സി ബൈ ഇതാ എടുക്കുക, ആർ ക്യൂ. അല്ലാതെ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇത് ഇവിടെ എടുക്കണമെന്നില്ല. ആ റേഷ്യോസ് എങ്ങനെ കറക്റ്റ് ആവുക എന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായി, 3√3 ഡിവൈഡഡ് ബൈ 6√3. ഈ √3 ക്യാൻസൽ, 3 ഇതിൽ എത്ര, 1/2. അപ്പോൾ മൂന്നും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, എ ബി ബൈ ആർ ക്യൂ ഈക്വൽ ടു ബി സി ബൈ പി ക്യൂ ഈക്വൽ ടു എ സി ബൈ ഞാൻ എ ബി ബൈ ആർ ക്യൂ എ സി ബൈ ആർ, ഇവിടെ എന്താ 6 ആർ പി ആണല്ലോ ഇത്, എ സി ബൈ ആർ പി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ എന്ത് പറയാം, സോ ബൈ ട്രിപ്പിളസ് സിമിലാരിറ്റി ക്രൈറ്റീരിയ പ്രകാരം എന്താണ്, ട്രയാങ്കിൾ, ഇനി അത് കറക്റ്റ് ഇതിൽ എഴുതണം, എ ബി സി. ഇവിടെ ഞാൻ എ ബി സി ആണ് എടുക്കണമെങ്കിൽ ട്രയാങ്കിൾ എ ബി സി സിമിലർ ആണ്. ട്രയാങ്കിൾ എ ബി സി ആദ്യം ഞാൻ ഈ സൈഡ് ഇതിൻ്റെ ഈക്വൽ ആയിരുന്നു, ഈ സൈഡിൻ്റെ ഈക്വൽ ആയിരുന്നു. സോ ആ രീതിയിൽ എടുക്കുക. എ ബി സി എടുത്ത് എ ബി, ആദ്യം എ ബിൻ്റെ നോക്കുക, ആർ ക്യൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക് ആർ ക്യൂ, പിന്നെ ബാക്കി എന്താ, പി തന്നെയാണ്. ഇനി നോക്കി നോക്ക്, ബി സിൻ്റെ ഈക്വൽ ആയിരുന്നു ആർ ക്യൂ പി. അതുപോലെ എല്ലാം ശരി കറക്റ്റ് സ്ഥലത്ത് വരുന്നുണ്ടോ നോക്കുക. എ സിൻ്റെ ഈക്വൽ ആയിരുന്നു ആർ പി. എ സിൻ്റെ ഈക്വൽ അല്ല, മീൻസ് നമ്മൾ കൊറസ്പോണ്ടിങ് എടുക്കണത് ഈക്വൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൊറസ്പോണ്ടിങ് നമ്മൾ ഡിവിഷനിൽ ചെയ്താൽ കൊടുക്കുന്നത് എ സി ബൈ ആർ ക്യൂ. ഇപ്പോൾ കറക്റ്റ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആംഗിൾ ബി, നമുക്ക് ആംഗിൾ എന്താ, പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ പിൻ്റെ പൊസിഷനിൽ ഏതാ വരുന്നത്, ആംഗിൾ സി. ആംഗിൾ പിൻ്റെ പൊസിഷനിൽ ഏതാ വരുന്നത്, ആംഗിൾ സി ആണ്. സോ ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്ക് എഴുതാം. എന്താ, നമ്മൾ കൊറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ എന്ന് എഴുതാം. കൊറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് നമ്മൾ CPCT ഒക്കെ എഴുതിയിരുന്നില്ലേ, ഇവിടെ കൊറസ്പോണ്ടിങ് അതേപോലെ ഇത് സിമിലർ ആയി കഴിഞ്ഞാൽ എന്താ, കൊറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, കൊറസ്പോണ്ടിങ് ഓഫ് ഒരു സിമിലർ ട്രയാങ്കിളിൻ്റെ കൊറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നാണ് റീസൺ. ആംഗിൾ പിയും ആംഗിൾ സി ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയി, ഇതാണ്. അപ്പോൾ ആംഗിൾ സിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു 40 ആണ്. സോ അത് ആക്ച്വലി ഫിഗറിൽ മാത്രമേ ചെയ്താൽ പോലെ നിങ്ങൾ എഴുതി കാണിക്കണം കേട്ടോ, എങ്ങനെ 40 കിട്ടിയത്. എന്താ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180, എന്റെ വാല്യൂ ബിൻ്റെ വാല്യൂ പ്ലസ് സി ഈസ് ഈക്വൽ ടു 180. അങ്ങനെ സോൾവ് ചെയ്യാം. നിങ്ങൾ സോൾവ് ചെയ്യാറില്ല, അത് സിമ്പിളാണ്. ഓക്കെ, ഡൺ. ഇനി ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്സാമ്പിൾസ് മസ്റ്റാണ് കേട്ടോ. എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ. നമുക്ക് ദെൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ നിങ്ങൾ ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു തരും കേട്ടോ, ഇതിൻ്റെ 6.4 ക്യാൻസൽഡ് പോർഷൻ ആണോ അല്ല എന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഒന്ന് നോക്കിയിട്ട് പറയുക, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ. അടുത്ത ക്ലാസ്സിൽ കാണാം.